നമസ്കാരം. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഭീമമായൊരു സംഖ്യ ചെലവഴിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയായിട്ട് ഇപ്പോൾ കാണാനിടയായി. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ സന്തോഷിക്കാവുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ. കാരണം ഇങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമായിരുന്നല്ലോ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട്. ഈ വാഗ്ദാനങ്ങളും കോടികളും കോടികൾ എല്ലാം വാങ്ങുന്നുണ്ട്, വാഗ്ദാനങ്ങളിൽ കോടികൾ ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ പൊതു സമൂഹത്തിൽ അത് കാണാനില്ല എന്ന് മാത്രം. എനിക്ക് മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ പിണറായിസ്റ്റുകളോടും സർക്കാരിനോടും പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ആ മുണ്ടക്കൈ ചൂരൽ മല അത് അന്ന് ആ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇമ്മീഡിയറ്റായിട്ട്, അതായത് പരമാവധി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എത്രയും പെട്ടെന്ന് അവർക്ക് പുനരധിവാസം സാക്ഷാത്കരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു. ഇപ്പം എന്തായി അതുങ്ങളുടെ അവസ്ഥ? ഇപ്പോഴും ഡയലോഗിൽ തന്നെ നിൽക്കുമല്ലേ. ഡയലോഗ് എത്ര വേണമെങ്കിലും അടിക്കാം. ആ പാവങ്ങളിലെ അവരെ സഹായിക്കാൻ പൊതുസമൂഹം പിരിച്ചു തന്ന ആ 780 കോടി രൂപ, ആ പൈസ ഇപ്പോഴും കയ്യിലിരിക്കുമല്ലേ. ആ പൈസയിൽ എന്താ ചെയ്ത്? കുറച്ച് അവർക്ക് വാടക അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചിലവഴിച്ചിട്ടുണ്ട്. ഇന്നും പറയുന്നു ഭയങ്കരമായ ലോകത്തില്ലാത്ത ഏറ്റവും വലിയൊരു സ്മാർട്ട് സിറ്റി പോലെ അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ വരാൻ പോകുന്നു. അതിങ്ങനെ ഇനിയും ഇങ്ങനെ അതുങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പാവങ്ങൾ ഇപ്പോഴും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷനല്ലേ വരാൻ പോകുന്നത്. നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കൂടി വന്ന 1-2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ വന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങളിലൂടെ ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തി കുറച്ചെങ്കിലുമൊക്കെ ഒരു മാനുഷികമായ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കുറച്ചെങ്കിലും നന്മ ഈ സമൂഹത്തിനുണ്ടാകത്തക്കവണ്ണം എന്തെങ്കിലും ജനങ്ങൾക്ക് ഓർത്തിരിക്കാനും ഒരു നന്മ ചെയ്തതായിട്ടെങ്കിലും ഒന്ന് കാണിക്കുക. അതെങ്കിലും കുറച്ച് കാലം ഇനിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതെയെങ്കിലും ഇരിക്കുക എന്നുള്ള ചെയ്താലും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം കൊണ്ടൊന്നും ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചില്ലിക്കാശിൻ്റെ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ പ്രയോജനം വരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അത് കൊണ്ട് ഗുണമുള്ളൂ എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. വളരെയധികം നന്ദി.